ബിജു പ്രഭാകരന്റെ സർവീസ് അനുഭവങ്ങൾ മുൻനിർത്തിയുള്ള പുസ്തക ചർച്ചയും സംവാദവുമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ചർച്ചാ വിഷയമായ ഒരു പുസ്തകം. അതിന്റെ ഫ്രണ്ട് ആക്സിൽ ഓവർറോൾ ചെയ്യാതെ ഈ റോഡിലേക്ക് അട്ടറിൽ കൂടെ പോകുന്നുണ്ട്. ഷാസിയല്ല, വണ്ടി മൊത്തത്തിൽ നാലായിട്ട് പൊടിഞ്ഞു പോകും. KSRTCയിലെ സൗജന്യ വനിതകളുടെ സൗജന്യ ഇത് എത്രത്തോളം പ്രായോഗികമാണ്? TV ചാനലിൽ എന്തുകൊണ്ട് പുരുഷന്മാർ കൂടി സൗജന്യമാക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തിനാണ് സ്ത്രീകളൊക്കെ മാത്രമാക്കുന്നത്, പുരുഷന്മാർ കൂടി? അതിൽ ഇത്രയേറെ ആസ്തിയുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ കേരളത്തിലെ നഗരങ്ങളിലെ കണ്ണായ സ്ഥലത്തെല്ലാം KSRTC ബസ് സ്റ്റേഷനുണ്ട്, അവിടെ കെട്ടിടമുണ്ട്. ഈ ആസ്തി ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്? കേരളത്തിലെ ടൗണുകളായത് എങ്ങനെയാണ്? ആദ്യം അവിടെ ഒരു ബസ് സ്റ്റാൻഡ് വന്നു, അതിനുശേഷം കടകൾ വന്നു. അത് എവിടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നഗരത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗങ്ങളിലാണ് KSRTC ബസ് സ്റ്റാൻഡ്. അതിൻ്റെ വിലയെന്ന് പറയുന്നത് കോടികളാണ്. പക്ഷേ KSRTC ഉണ്ടാക്കിയിട്ടുള്ള പ്രധാനമായിട്ടും BOT അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള 4 ബസ് സ്റ്റാൻഡ് അങ്കമാലി, കോഴിക്കോട്, തിരുവല്ല, തിരുവനന്തപുരം. അപ്പോൾ ഞാൻ നല്ലൊരു ഇൻ്റർവ്യൂ പറഞ്ഞു, അത് ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ഇരുട്ട് വേണം എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയാൽ പോലും അതിനകത്ത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ? അപ്പോൾ അത് BOT സ്കീമിൽ അന്ന് സെൻകുമാർ സാറായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു റിലയൻസ് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്, ആരാണ്ട് എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത. അപ്പോൾ അന്നത്തെ ഗവൺമെൻറ് പറഞ്ഞു ഇതല്ല KTDFCക്ക് കൊടുക്ക് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. ഞാൻ MD ആയിരിക്കുന്ന സമയത്ത് വേൾഡ് ബാങ്കിൻ്റെ കൺസൾട്ടിങ് ഏജൻസി ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന IFC അവർ 8 സ്ഥലങ്ങളിൽ, കായംകുളം ഉൾപ്പെടെയുള്ള 8 സ്ഥലങ്ങളിൽ അവരൊരു പ്രപ്പോസൽ തന്നു. അവരെ കൺസൾട്ടൻസി ഏൽപ്പിച്ചതാണ്. അവർക്ക് ടെൻഡറിങ് കൂടെ കൊടുക്കുമ്പോൾ അവർക്ക് 1% മറ്റോ കൊടുക്കണം. അതനുസരിച്ച് 425 കോടി രൂപയോളം ഇങ്ങോട്ട് പ്രീമിയമായിട്ട് ഇങ്ങോട്ട് തരും. അത് മാത്രമല്ല മാസം 10-30 കോടി രൂപ ഇങ്ങോട്ട് വാടകയായിട്ടും കിട്ടും ഈ 8 സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ BOT മാതൃക ഞാൻ ഇപ്പം വരുന്നത് തന്നെ ബോംബെയിൽ നിന്നാണ്. ബോംബെയിലെ സീവുഡ് എന്ന് പറഞ്ഞിട്ട് വാഷിയിലെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പം ഞാൻ പണ്ട് പോയപ്പോഴത്തേക്ക് ഒരു 15 കൊല്ലം മുമ്പ് പോയപ്പോഴത്തേക്ക് അത് അത്ര ഓക്യുപ്പൈഡ് അല്ല, LNTയും മറ്റും ഉണ്ടാക്കിയതാണ്. ഇന്നിപ്പോൾ വന്നുകൊണ്ട് വലിയ മോളുകളും സിനിമാ തിയേറ്ററും ഹോട്ടലുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പം കണ്ണായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ഗവൺമെൻറ് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഈ സ്ഥലങ്ങളെല്ലാം PPP മാതൃക ചെയ്യണം. കായംകുളത്തേക്ക് ഞാൻ ആ PPP മാതൃകയെ കൊണ്ടുവന്നാണ്. അവിടുത്തെ MLA കൊണ്ടുവന്ന് വലിയൊരു ശവക്കുഴി പോലൊരു കുഴിയെ തോണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇതിനകത്ത് പറഞ്ഞതുപോലെ കൺസ്ട്രക്റ്റ് ചെയ്യണം, കൈയിട്ട് വരണം. അതാണ് ഈ PPP മാതൃക കേരളത്തിൽ തുടരാത്തത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല, തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് നടക്കുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം 5 പൈസ മുടക്കിയിട്ടില്ല കേരള ഗവൺമെൻറ്. 15 കൊല്ലത്തേക്ക് ആനുവിറ്റി സ്കീമിൽ കൊടുത്തിരിക്കുന്നതാണ്. അവരതിൽ നിന്ന് ഉണ്ടാക്കിക്കണമെന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് 42 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 42 കിലോമീറ്റർ റോഡ് 5 ആനുവിറ്റി സ്കീമിലാണ്. അതായത് ഡെഫേർഡ് ആയിട്ടുള്ള 15 കൊല്ലം കൊണ്ട് പേയ്മെൻറ്റ് കൊടുക്കും TRDCL എന്ന് പറയുന്ന ILFSൻ്റെ ഒരു കൺസോർഷ്യം കമ്പനിക്ക് വേണ്ടി. അതുപോലെ ഇതൊക്കെ ചെയ്യാവുന്ന, നിസ്സാരമായിട്ട് ചെയ്യാവുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് ചെയ്യുന്നില്ല. ഈ കണ്ണായിട്ടുള്ള സ്ഥലം എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബസ് റീപ്ലേസ് ചെയ്യണം. ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന, ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയിരിക്കുന്നുണ്ട്, വിചിത്രമായിട്ടൊരു ഓർഡർ ഇറക്കി. കേന്ദ്രത്തിൽ നിതിൻ ഗഡ്കരി പറഞ്ഞു 15 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ബസ്സുകളെല്ലാം മാറ്റണം, സർക്കാർ വണ്ടികളെല്ലാം മാറ്റണം. 10,700 വണ്ടികൾ 2 കൊല്ലത്തിനുള്ളിൽ 15 കൊല്ലം കഴിയും. എന്ത് ചെയ്യാൻ പറ്റും? ഉടൻ തന്നെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഓർഡർ മന്ത്രിയുടെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പെർമിഷനോടുകൂടി 15 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വണ്ടി വാഹൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നിന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സോഫ്റ്റ്വെയറിൽ നിന്ന് പുറത്താകുമ്പോൾ RC ബുക്ക് RTOമാർ കൈകൊണ്ട് എഴുതി കൊടുക്കണം. KL-15 വേണ്ടി മാത്രമായിട്ട് പ്രത്യേകമായിട്ടൊരു RC ഓഫീസുണ്ട്. അങ്ങനെ അവർക്ക് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ എത്ര ബസ് രക്ഷിച്ചെടുത്തായിരുന്നു? 2000. അങ്ങനെ ഇപ്പോൾ 2000-ലധികം ഉണ്ട്. ഒരു വണ്ടി ആദ്യമായിട്ട് 20ാമത്തെ കൊല്ലം ഓടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതിനകത്ത് പ്രോപ്പർ മെയിൻ്റനൻസിൽ. അതാണ് എത്രയോ പേര് ഈ റോഡിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ പുതുക്കി ഇറക്കി അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം ശ്രീമതി ഡോക്ടർ വാസുകി വന്നതിന് ശേഷം വെൻ ഷി വാസ് ദ ട്രാൻസ്പോർട്ട് സെക്രട്ടറി, അത് ഞാൻ 17 കൊല്ലം വരെ ആക്കിയത് 17 കൊല്ലം എന്നുള്ള 19 കൊല്ലമാക്കി, പിന്നെയും പുതുക്കിയെന്ന് തോന്നുന്നു. അത് മാത്രമല്ല 3500ഓളം വണ്ടി കാറും മറ്റുമൊക്കെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നത് എത്രയോ കാലമായിട്ട് മാറ്റിയിട്ട്. ഞാൻ പറഞ്ഞു ക്യാബിനറ്റ് തീരുമാനിച്ചാൽ മതി. ഇത് തന്നെ KSRTCക്ക് ഇൻഷുറൻസ് ഒന്നും
കൊടുക്കുന്നില്ല, എപ്പോഴെങ്കിലുമൊക്കെയാണ് 5 കൊല്ലം 10 കൊല്ലം കഴിയുന്നതായിരിക്കും ഇൻഷുറൻസ്. അതുകൊണ്ട് ഐ കനോട്ട് ഇഷ്യൂ, ഐ വിൽ സബ്മിറ്റ് എ പ്രൊപ്പോസൽ ടു ദ ക്യാബിനറ്റ് വേണമെങ്കിൽ അത് ചെയ്യട്ടെ, ഞാൻ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് ആ വണ്ടിക്ക് കൂടെ എന്ന് പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ആ വണ്ടിക്കും അങ്ങനെ ഇറക്കിയിട്ടുണ്ട് 15 കൊല്ലം കഴിഞ്ഞിട്ടുള്ളത്. KSRTC നമുക്ക് KSCBയിലേക്ക് വന്നാൽ ഇപ്പം ലോകമെങ്ങും നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ കേരളം നമ്പർ 1 ആണെന്ന് ഇങ്ങനെ അഭിമാനിച്ച് പറയുമെങ്കിലും പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊക്കെ പല മേഖലകളിൽ നമ്മളെക്കാൾ മുന്നിൽ പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ നമ്പർ 1 ആണെന്ന് അഭിമാനിക്കുന്നത് മാത്രമാണ് പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ, തടസ്സമില്ലാതെ നിങ്ങൾക്ക് ഊർജം വെളിച്ചം കിട്ടാനുള്ള ഒരു അവകാശം നമ്മുടെ കേരളത്തിന് അത് ഇതുവരെ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും പണ്ട് ഞാൻ ആദ്യം നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന ആ സ്ഥിതിയിൽ നിന്ന് വളരെ മാറി 3 കമ്പനികളായിട്ട് ജനറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ അത് ഇതിലൊക്കെ പല കമ്പനികളായിട്ട് വിഭജിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ പവർ സപ്ലൈ വളരെ മെച്ചപ്പെട്ടു, കട്ടില്ലാതെ. കേരളത്തിൽ ഇപ്പോഴും ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഒക്കെ ഒരു നിരന്തര സംഭവമാണ്. ചിലപ്പോൾ നമ്മളോട് പറയില്ല, ചിലപ്പോൾ പറയാതെ തന്നെ നടപ്പാക്കും. ഈ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ താങ്കൾ ആണവ നിലയത്തിൻ്റെ ഒരു വക്താവാണ്. അതേപ്പറ്റി ഒന്ന് പറയാം. എന്താ കേരളത്തിൽ സംഭവിക്കുന്നത്? ഈ പവർ കട്ട് തുടരുന്നു, നമുക്ക് വെളിച്ചം സ്ഥിരമായി കിട്ടാതെ വരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് ഒരു പരിഹാരം? ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേകത എന്താ? പാകിസ്ഥാൻ പ്രധാനമന്ത്രി വെറുതെ ഇരുന്നാൽ മതി, പട്ടാളം ഭരിച്ചോളും. അത് തന്നെയാണ് KSCB ചെയർമാൻ അവിടെ വെറുതെ ഇരുന്നാൽ മതി, യൂണിയൻ ഭരിച്ചോളും. 22,000 കോടി രൂപ ടേൺ ഓവറുള്ള കമ്പനിയിൽ 12,981 crores ആയിരുന്നു ഞാൻ ചാർജ് എടുക്കുമ്പോൾ പവർ പർച്ചേസ്. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? 465 മെഗാവാട്ടിൻ്റെ ഒരു കരാറ് ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് ഇത് കരാർ ഒപ്പിട്ടിരുന്നു. അതിനെപ്പറ്റി പലരും ആക്ഷേപമൊക്കെ അന്നേരം പറഞ്ഞിട്ടുണ്ട്. എന്തായിക്കോട്ടെ, 4.29 rupees പെർ യൂണിറ്റിനുള്ള കരാറ് അതിനെ റദ്ദ് ചെയ്തു. അതൊക്കെ വലിയൊരു ഗൂഢാലോചനയും അന്വേഷിക്കേണ്ട കാര്യവുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പവർ പർച്ചേസ് എന്ന് പറയുന്നത് വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ്. 13,000 എന്നുള്ള കോടി രൂപ 8,000 കോടിയിൽ നിന്ന് 13,000 കോടിയായി. ആരെങ്കിലും അന്വേഷിച്ചോ? വൈ ദിസ് വാസ് ഇൻക്രീസ്ഡ് ഫ്രം 8,000 crores in 1 or 2 years to 12,981 crores? അത് 13,000 കോടിയായിട്ട് ആരെങ്കിലും അന്വേഷിച്ചോ? ഇവിടുത്തെ ആരെങ്കിലും അതിനെതിരായിട്ട് ഇത് എന്തുകൊണ്ട് 5,000-6,000 കോടി രൂപ കൂടി എന്നുള്ളതിനെപ്പറ്റി ആരെങ്കിലും അന്വേഷിച്ചോ? ഇല്ല. പണ്ട് ഡാമുകൾ ഉണ്ടാക്കാൻ വേണ്ടി 780 സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കൺസൾട്ടൻസിയും കിഫ്ബിക്ക് വേണ്ടിയുള്ള ആശുപത്രിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ അവരുടെ തലയിൽ നിന്നാണ്, അല്ലെ അവരുടെ കയ്യിൽ നിന്നാണ് ഇത് കൊടുക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ? ഇതാണ് ഈ ബുക്കിൻ്റെ കാര്യം. ഇത് ചോദിക്കേണ്ട കാര്യങ്ങൾ ജനങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് KSCBക്ക് പവർ സെൽഫ് സഫിഷ്യൻ്റ് ആണ്? ഈ വലിയ വലിയ ഡാമുകൾക്കെതിരായിട്ട് കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും എതിർപ്പാണ്. ആണവ നിലയത്തിൻ്റെ കാര്യം മാത്രമല്ല, പുതിയൊരു ഏറ്റവും വയബിളായിട്ടുള്ള സാങ്ഷൻ കിട്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് 163 മെഗാവാട്ടുള്ള അതിരപ്പള്ളി പ്രോജക്റ്റ്. അതിരപ്പള്ളി പോയി നോക്കണം, ഞാനവിടെ പോയി നോക്കിയിട്ടുള്ളതാണ്. ഒരു ടോയ്ലറ്റ് പോലും അവിടെ ഇല്ല. എത്രയോ ടൂറിസ്റ്റുകൾ അവിടെ വരികയാണ്. അവിടെ എല്ലാം നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നീല പടുത കെട്ടിയിട്ടുള്ള കടകളാണ്. അപ്പോൾ ഞാൻ ഒരു നല്ല സ്കീമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ആ വെള്ളച്ചാട്ടത്തിന് ഒരു ഭംഗിയും പോകാത്ത രീതിയിലുള്ള സ്കീമൊക്കെ കൊടുത്തു. അത് KSCBയിലുള്ള ഉദ്യോഗസ്ഥർ അവിടെ തന്നെ സർവേ ടീമിനെ ഡിപ്ലോയ് ചെയ്ത് നാട്ടുകാരെടുത്ത് പോയി പ്രശ്നമുണ്ടാക്കി. അപ്പോൾ പുതിയ ജലവൈദ്യുതി പദ്ധതി വരുന്നില്ല. ഈ 750 പേരും തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിലും അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റിയിരിക്കുക. പുതുതായിട്ടൊരു പദ്ധതി പോലും ഇല്ല. ഒരു ഉദാഹരണം പറയാം. ഞാൻ ചാർജ് എടുക്കുമ്പോഴത്തേക്ക് ശ്രീ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ചെയർമാനെ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, 2 പദ്ധതി, ഒന്ന് 2007 തുടങ്ങിയ തൊട്ടിയാർ 40 മെഗാവാട്ട് പദ്ധതി, രണ്ടാമത്തത് 2009 തുടങ്ങിയ, മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും പള്ളിവാസൽ എന്ന് പറയുന്ന 1939 തുടങ്ങിയിട്ട് കേരളത്തിലെ ആദ്യത്തെ പദ്ധതി, പള്ളിവാസൽ എക്സ്റ്റൻഷൻ 60 മെഗാവാട്ട്, ഇതൊന്ന് കമ്മീഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമെന്ന് ചോദിച്ചു. ടു പുട്ട് എ ലോങ് സ്റ്റോറി, ഞാൻ അതിനെ കമ്മീഷൻ ചെയ്തു. 40 മെഗാവാട്ട് തൊട്ടിയാർ ഒക്ടോബറിലും 2024 ഒക്ടോബറിലും, 60 മെഗാവാട്ട് പള്ളിവാസൽ എക്സ്റ്റൻഷൻ ജനുവരിയിലും കമ്മീഷൻ ചെയ്തു. അപ്പം ഞാൻ എം എ കെമിക്കൽ എഞ്ചിനീയർ, ഞാൻ പവർ എഞ്ചിനീയർ അല്ല. ഞാൻ ആദ്യമായിട്ട് KSCB വരികയാണ്. പക്ഷേ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും, എനിക്ക് പല ടെക്നോളജിയെ പറ്റി ഞാൻ പഠിക്കാറുണ്ട്.
അപ്പം ഞാൻ ചോദിച്ചു, ഈ തൊട്ടിയാറിനകത്ത് അവർ പറഞ്ഞു, നോക്കൂ ഞങ്ങൾ എത്ര ദീർഘവീക്ഷണമുള്ളവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. 40 മെഗാവാട്ട് കൂടാതെ ഞങ്ങൾ ഇട്ടേക്കുന്ന പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് അടുത്ത ഒരു 25 മെഗാവാട്ടിനുള്ള സെക്കൻഡ് സെറ്റ് ഓഫ് ജനറേറ്ററും കൂടെ വെക്കാനുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് 365 ദിവസവും ഇത് പ്രവർത്തിക്കുമോ? ഇല്ല. മഴയുള്ളപ്പം മാത്രമേ. 40 മെഗാവാട്ട് എന്ന് പറയുന്നത് ഇവിടെ റാന്നിക്കടുത്ത് മുക്കൂടം എന്ന് പറഞ്ഞ് 7 പിള്ളേർ ചേർന്നിട്ടുണ്ടാക്കിയൊരു പദ്ധതിയുണ്ട്. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് 1 മെഗാവാട്ടിന് വേണ്ടി 7.5 കോടി രൂപയെ ചെലവഴിച്ചിട്ടുള്ളൂ. പക്ഷേ KSEB ഉണ്ടാക്കിയ 15 കോടി മിനിമം തൊട്ട് 25 കോടി വരെ ഒരു മെഗാവാട്ടിനുണ്ടാകും. അങ്ങനെ ഉണ്ടാക്കിയൊരു പ്ലാന്റാണ് അവിടെ ഈ തൊട്ടിയാറി കിടക്കുന്നത്. 15-17 കോടി രൂപ ഉള്ളതാണ്. ഭൂതത്താൻ കെട്ടിലടന്നുകൊണ്ട് 80 കോടി രൂപയ്ക്കുള്ള 23 മെഗാവാട്ടിൻ്റെ ഒരു പ്ലാന്റിലാണ്. അതിൻ്റെ 72 കോടി രൂപയും കൊടുത്തു. ബാക്കി 8 കോടിക്ക് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കറങ്ങുന്ന റോട്ടറില്ല, അത് ചൈനയെ കിടക്കും, ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. 7 കൊല്ലം 8 കൊല്ലമായി. അപ്പോൾ ഇങ്ങനെ 15-20 കൊല്ലം കൊണ്ട് ഇരിക്കുന്നുണ്ട്. അത് കമ്മീഷൻ ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ റിസർവോയർ എനിക്കൊന്ന് കാണണം. അപ്പോൾ ഇങ്ങനെ കറങ്ങി മേളിൽ പോകണം. 450 മീറ്ററോളം വെർട്ടിക്കൽ ഹൈറ്റ് ഉള്ളിടത്ത് 2-2.5 കിലോമീറ്ററുള്ള പെൻ സ്റ്റോക്ക് ഇട്ടേക്കാണ്. അടുത്ത ലൈനിനുള്ള സ്പേസും അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഡാം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, വളരെ വിയർന്ന് പറയുന്നതായിരിക്കും. കുറച്ച് വെള്ളമുണ്ട്, 8 മണിക്കൂറേ പ്രവർത്തിക്കത്തുള്ളൂ. ഇതിനു വേണ്ടിയാണ് 40 മെഗാവാട്ട് ഇരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ വെള്ളം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ ഇത്രയും കോടി രൂപ മുടക്കിയതല്ലേ, വൈ ഡോണ്ട് യു കൺസ്ട്രക്ട് ആൻ അപ്പർ റിസർവോയർ, അവിടെ കുറച്ച് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവർ പറഞ്ഞു, ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, റോഡിൽ വെള്ളം കയറിയും കൂടുതൽ വെള്ളം കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പർ റിസർവോയർ ഇല്ല. അപ്പർ റിസർവോയറിന് അന്നേരം ഒരു ടീമിനെ വിട്ടുകൊണ്ട് പറഞ്ഞു, ദർ ഇസ് എനഫ് പോസിബിലിറ്റി ടു ഹാവ് ആൻ അപ്പർ റിസർവോയർ വേർ വാളറയുടെ ഒരു 3-4 ഇരട്ടി വെള്ളം സ്റ്റോർ ചെയ്യാം. രണ്ടാമത് ചോദിച്ചു, ദർ ഇസ് സംതിങ് കോൾഡ് പംപ്ഡ് സ്റ്റോറേജ്. പംപ്ഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ രാത്രി വരുന്ന ഒഴുക്കി കളയുന്ന വെള്ളം, അന്ന് നമുക്ക് പീക്ക് സമയത്താണ് ഏറ്റവും കൂടുതൽ കറണ്ട് ചാർജ് കൊടുക്കേണ്ടി വരുന്നത് വാങ്ങിക്കാനായിട്ട്. 8 രൂപ 10 രൂപ ഇപ്പം 11 രൂപ വരെ ഈ പീക്ക് സമയത്ത് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് താഴോട്ട് പോകുന്ന വെള്ളം താഴെ സ്റ്റോർ ചെയ്തിട്ട് പകൽ 60 പൈസയ്ക്ക് വരെയാണെന്നുണ്ടെങ്കിൽ സോളാർ എനർജി കിട്ടും. തിരിച്ച് തന്നെ പമ്പ് ചെയ്യും. അപ്പോൾ ഒരു ടർബൈനും പമ്പും കൂടെ ചേർന്നിട്ടുള്ളൊരു മെക്കാനിസമാണ്. തിരിച്ച് പമ്പ് ചെയ്യുന്ന അവിടെ ഒരു പമ്പ് സ്റ്റോറേജ് ഉണ്ടായിക്കൂടെ? ഈ താഴോട്ട് വരുന്ന ഡിസ്ചാർജ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് ലോവർ പെരിയാർ പവർ ഹൗസിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ഏതൊരു കോർപ്പറേറ്റ് കമ്പനിയിലും പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു സെല്ലുണ്ട്. അവരാണ് പ്ലാൻ ചെയ്യുന്നത്. KSEBക്ക് അതില്ല. ഏതൊരു കോർപ്പറേറ്റ് സെറ്റപ്പിലും ഒരു കോർപ്പറേറ്റ് പ്ലാൻ ഉണ്ട്. അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കണം, 10 കൊല്ലം കഴിഞ്ഞാൽ എന്താ, അത് ചെയ്യത്തില്ല. ഇതിനെ ഡിവൈഡ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ ട്രൈഫർക്കേറ്റ് ചെയ്തിട്ട് ജനറേഷൻ കമ്പനി, ട്രാൻസ്മിഷൻ കമ്പനി, ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്നുള്ള നിലയിൽ മാറ്റണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം പറയുന്നത് ഇതിനെ ലിസ്റ്റ് ചെയ്യണം. പൊതുജനത്തിനൂടെ പങ്കാളിത്തമുള്ളൊരു കമ്പനിയായിട്ട് മാറ്റുകയാണെങ്കിൽ അവർ ഇൻസെൻറ്റീവ്സും മറ്റു വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട്. അത് അവിടുത്തെ യൂണിയൻസ് സമ്മതിക്കത്തില്ല. ഇതിൻ്റെ ഈ സ്ഥാപനങ്ങളെല്ലാം ഞാൻ എൻ്റെ ബയോഡേറ്റ എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ പ്ലാൻ മാനേജറായിരുന്നു. ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ എന്ന് പറയുന്ന അതിൻ്റെ പ്ലാൻ മാനേജറായിരുന്നു. ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതുപോലെ തന്നെ കൊങ്കൺ റെയിൽവേ തുടങ്ങിയിട്ടുള്ള ഒത്തിരി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ പ്രൊഫഷണലായിട്ട് നടക്കും ഓരോ കാര്യങ്ങൾ. ഇവിടെ നടക്കത്തില്ല. കാരണം ഇപ്പം തന്നെ പല ഉദ്യോഗസ്ഥരും പറയും, ഇവിടുത്തെ പിയൂണെന്ന് പറഞ്ഞാൽ നേരെ പോയി CMO ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. കമ്പനിയുടെ MD ആണെന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് പിയൂൺ ഇങ്ങനെ നോക്കിയിട്ട് IAS നോക്കിയിട്ട് അകത്തോട്ട് പോയി CMൻ്റെ അടുത്ത് സംസാരിക്കും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് എൻ്റെ ഒരു കാര്യം. ഓക്കെ. അപ്പോൾ നമുക്ക് 2018 നമ്മുടെ വെള്ളപ്പൊക്ക ദുരന്തത്തെക്കുറിച്ച് പുസ്തകത്തിൽ പരാമർശിക്കുന്നു. വളരെ വിശദമായിട്ട് പറഞ്ഞു പോകുന്നില്ല, എങ്കിലും മനുഷ്യനിർമ്മിതമായിരുന്നു ദുരന്തം എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ ഈ ആരോപണം നമ്മൾ ഏറെക്കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അടുത്ത കാലത്തൊരു MLA തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പറഞ്ഞത് വിവാദമായി. അന്ന് ഗവൺമെൻറ്റിൻ്റെ താക്കോൽ സ്ഥാനത്തുണ്ടായിരുന്ന ഒരാൾ, ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ അതെങ്ങനെയായിരുന്നു മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു കാരണം, പശ്ചാത്തലം എന്ന് പറയാമോ? ഈ എല്ലാ ഡാമുകൾക്കും KSEBക്ക് ഡാമുണ്ട്, കേരള വാട്ടർ അതോറിറ്റിക്ക് ഡാമുണ്ട്, ഇറിഗേഷൻ ഡാമുണ്ട്. എല്ലാ ഡാമുകളിലും സംതിങ് കോൾഡ് റൂൾ കർവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സേഫ് ലിമിറ്റ് ഏതാണ്, ഇത്ര അതിൻ്റെ ലെവലും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കമ്മിറ്റി, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ അന്ന് ഐ തിങ്ക് സോഷ്യൽ ജസ്റ്റിസ് സെക്രട്ടറിയും മറ്റുമൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞങ്ങൾ സെക്രട്ടറിമാരെല്ലാവരും, പ്രധാനപ്പെട്ട സെക്രട്ടറിമാരെല്ലാവരും തന്നെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്രട്ടറിമാരെല്ലാവരും തന്നെ അവിടെ ചർച്ച ചെയ്യുമ്പോൾ
എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. പേപ്പാറ ഡാം എന്ന് പറയുന്നത് കൂടുതലും വനഭൂമിയിലോ ആണ് അതിൻ്റെ വെള്ളത്തിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ പേപ്പാറ ഡാമിനകത്ത് 104 മീറ്ററിൽ ഷട്ടർ ഇങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് പൊക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു കൺഫ്യൂഷൻ നമുക്ക് നേരത്തെ വന്ന അത് 110 മീറ്റർ വരെ വെള്ളം പൊങ്ങാനുള്ള സാധ്യതയുണ്ട്, താഴോട്ട് വെക്കണം. പക്ഷേ വനം വകുപ്പ് ഒരിക്കലും സമ്മതിക്കത്തില്ല. ഈ 6 മീറ്റർ കൂട്ടാനാണ്. 6 മീറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് ഡാമിലുള്ളത്. അപ്പം 1 മീറ്റർ മുകൾ ഭാഗത്തെന്ന് പറയുന്നുണ്ട് ഒരു വലിയ വിസ്തൃതമായിട്ടുള്ള ഏരിയയിലേക്കുള്ള വലിയ ക്വാണ്ടിറ്റി ഓഫ് വെള്ളമായിരിക്കും അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കരമന എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കറിയാം, ഞാൻ അവിടുത്തെ സ്കൂളിൽ പഠിച്ചതാണ്. അവിടെ വെള്ളപ്പൊക്കം സ്ഥിരമായിട്ടുണ്ടാകും. ഈ ഷട്ടർ അനക്കാനായിട്ട് എത്രയോ കാലമായിട്ട് ഈ ഷട്ടർ അനക്കാനായിട്ട് വനം വകുപ്പ് സമ്മതിക്കത്തില്ല. കാരണം വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് ദോഷമാണ്, ആദിവാസി കുടിലുകൾക്ക് ദോഷമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനെ ഞാൻ പല ഇറിഗേഷൻ എഞ്ചിനീയേഴ്സും വാട്ടർ അതോറിറ്റി എഞ്ചിനീയേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു, സാറേ ഷട്ടർ താഴ്ത്തി 2015 ഈ 2015 അങ്ങനെ നമുക്ക് വെള്ളത്തിൻ്റെ ലെവൽ കൂട്ടിയാൽ മാത്രമേ പറ്റത്തുള്ളൂ, ഷട്ടർ താഴ്ത്തണം. അപ്പോൾ ഇവരും വാട്ടർ അതോറിറ്റിയുടെ ഡാമാണ്, ഇവരാരും ഇത് ചെയ്യാനായിട്ട് തയ്യാറല്ല. വനം വകുപ്പ് കേസെടുക്കുമെന്ന് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സബ് കളക്ടറായിട്ടുള്ള കാർത്തികൻ അവിടെ പോകുമ്പോൾ ഈ ഷട്ടർ താഴ്ത്താൻ പറ്റാത്ത വലിയ കടന്തൽ കൂടുതലായിട്ടിരിക്കും. അപ്പോൾ എത്രയോ കാലമായിട്ട് ഇത് താഴ്ത്തിയിട്ടില്ല. അപ്പം നമുക്ക് വെള്ളം വരുന്ന സമയത്ത് നമ്മൾ താഴ്ത്തുകയും പൊക്കുകയും ഒക്കെ ചെയ്ത് വെള്ളത്തിൻ്റെ വരവനുസരിച്ച് കൺട്രോൾ ചെയ്യണം. വെള്ളത്തിൻ്റെ വരവിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഴ പെയ്താൽ ഉടനൊന്നും വെള്ളം വരത്തില്ല. ഇറ്റ് വിൽ ടേക്ക് മിനിമം 2 days ആൻഡ് ഇറ്റ് വിൽ ടേക്ക് മാക്സിമം 7 days ഡിപ്പെൻഡിങ് ഓൺ ദ റെയിൻ, ക്യാച്ച്മെൻറ്റ്, സോ മെനി ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് 2 ദിവസം കൊണ്ടേ വെള്ളം വരത്തുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചത്, ഈ ലെവൽ നോക്കിയിട്ടാണ് ഈ കമ്മിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മീറ്റിംഗ് ഞാൻ പറഞ്ഞു, സാറേ ഇനിയും വെള്ളം വരുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നെ തൃശ്ശൂരേക്ക് ഡിപ്ലോയ് ചെയ്തു. അവിടെ അന്ന് അനുപമയായിരുന്നു അവിടുത്തെ കളക്ടർ. അതൊരു കൊച്ചു കൈക്കുഞ്ഞിനെ ഒക്കത്ത് വെച്ചിട്ടാണ് ആ ലേഡിയാണെന്നുണ്ടെങ്കിൽ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പി എച്ച് കുര്യൻ എന്ന് പറയുന്ന സെക്രട്ടറി പറഞ്ഞു, യു ഷുഡ് ഗോ ദെയർ, അസിസ്റ്റ് ഹെർ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ പോയി. പക്ഷേ ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പം വെള്ളം വരുമ്പോൾ ഇത് തുറന്നു വിട്ടില്ലെങ്കിൽ ഡാമിന് പ്രശ്നമാകും. ഡാമിൽ കൊള്ളാതെ ഡാം ഓവർഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് താഴത്തെ ഉള്ള ഒരു സ്ട്രെങ്ത് അല്ല, മുകളിൽ കൂടി ഇത് ഓവർഫ്ലോ ചെയ്യുമ്പം. കാരണം അതൊക്കെ വീക്കായിട്ടുള്ള സ്ട്രക്ചറുകളെല്ലാം താഴോട്ട് പോവുകയും ചിലപ്പോൾ ഓവർഫ്ലോ ചെയ്ത് പോകുമ്പോൾ തുറന്നു വിടേണ്ടി വന്നു. അങ്ങനെ പെട്ടെന്ന് തുറന്നു വിടേണ്ടി വന്നു. അതുകൊണ്ടാണിത്. എന്തിനാണ് ഞാൻ പറയുന്നത്, ഈ കഴിഞ്ഞ 2024 ജൂണിൽ വെൻ ഐ വാസ് ദ CMD ഓഫ് KSEB, മാത്യു കുഴൽനാടൻ MLA, അദ്ദേഹം എന്നെ വിളിച്ചു പറയാം, ഞാൻ ജൂൺ ജൂലൈ, ഞാനെപ്പോഴും ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയോട് കൂടിയാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്നത്. ജൂൺ ജൂലൈ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ അങ്ങേയറ്റം പീക്കായിട്ട് കറണ്ട് ആവശ്യമുള്ള ഒരു സമയം, ഭയങ്കര ചൂടായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഡോക്ടർ അശോക് ഇരുന്ന സമയത്ത് 1000 കോടി രൂപ കറണ്ട് വിറ്റ് തന്നെ പൈസ ഉണ്ടാക്കി. അപ്പോൾ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ആ 1000 കോടി എന്നുള്ളത് ഒരു 1500 കോടി ആക്കി ഒരു റെക്കോർഡ് ഇട്ടിട്ട് ഇറങ്ങണം. ഞാൻ KSRTCയുടെ കളക്ഷൻ പറഞ്ഞതുപോലെ ഒരു റെക്കോർഡ് ഇട്ടിട്ട് ഇറങ്ങണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ പറഞ്ഞു 4 ജനറേറ്ററും വെച്ച് തുടങ്ങും. അപ്പോൾ അവർ പറഞ്ഞു, സാറേ നമുക്ക് കരുതൽ. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങൾ 4 ജനറേറ്ററും കൂടെ ഓൺ ചെയ്തു ഇത് വെള്ളം പോട്ടെ എന്ന് പറഞ്ഞത്. ഉടൻ തന്നെ മാത്യു കുഴൽനാടൻ MLA വിളിക്കുന്നു, മൂവാറ്റുപുഴ മുങ്ങുന്നു. എന്താ CMD ഇങ്ങനെ പറയുന്നത്, സാർ എങ്ങനെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് നിർത്തണം. അങ്ങനെ ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴത്തേക്ക് ഞാൻ നിർത്തി. മഴയും കൂടെ പെയ്യുന്ന സമയത്ത് 4 ജനറേറ്റർ അല്ലെങ്കിൽ 8 ജനറേറ്ററും കൂടെ വെക്കാൻ ഒരു പ്ലാൻ ഒറിജിനൽ പ്ലാനിനകത്തുണ്ട്. 8 അല്ല, 4 ജനറേറ്ററും കൂടെ കൂടുതൽ വെക്കാനുണ്ട്. പക്ഷേ മൂവാറ്റുപുഴ മൊത്തം വെള്ളത്തിലായിപ്പോവും. അപ്പോൾ KSEBയുടെ പല ഡാമുകൾ തുറന്നു വിട്ടാൽ പോലും വെള്ളം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇതൊന്നും ഇല്ലാതെ അതിനേക്കാളും കൂടുതലായിട്ട് ഷട്ടർ തുറന്നു വിട്ട് കഴിഞ്ഞപ്പോഴാണ് ചാലക്കുടി പുഴ, അതുപോലെ തന്നെ ആലുവ പുഴ, പെരിയാർ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ മുങ്ങിപ്പോയത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിനെ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഒഴിവാക്കാമായിരുന്ന വലിയൊരു ദുരന്തം എന്നുള്ളതൊന്ന് ഇപ്പം അതിനെപ്പറ്റി നേരിട്ടറിയാവുന്ന ഒരാളിൽ നിന്നുള്ളൊരു അടിവരയിടലാണ് അല്ലേ? അങ്ങനെ ആ ദുരന്തം ഒഴിവാക്കാമായിരുന്നു, നമ്മളെ കൊണ്ട് അത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിൽ പക്ഷേ അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്, ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമെന്നുള്ളത് ഫീൽഡ് ലെവലിൽ ഞാൻ കളക്ടറായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ വില്ലേജ് ഓഫീസർമാരുടെ അടുത്തെല്ലാം പറഞ്ഞു, അവിടുത്തെ ആദിവാസി മൂപ്പന്മാരും അതുപോലുള്ള ആൾക്കാരുടെ അടുത്തൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി. അപ്പോൾ എവിടെയാണ് മഴ പെയ്യുന്നത്, എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് കളക്ടറേറ്റ് ഇരുന്നാൽ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഏത് രാത്രിയാണേലും വില്ലേജ് ഓഫീസർമാർ എന്നെ വിളിക്കണം. ഈ ഷട്ടർ പൊക്കുകയും താഴ്ക്കുകയും ചെയ്യുന്ന കൺട്രോള് ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് DFOയ്ക്ക് എതിരായിട്ട് കേസെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിരട്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. അവരും പിന്നെ സഹകരിക്കുന്നവരായതുകൊണ്ടും അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്പം എന്നാൽ ശരി സാറേ നമുക്കിപ്പം ഒന്ന് പൊക്കാം താക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സിസ്റ്റം, അവിടെ ഒരു ഓട്ടോണമസ് സിസ്റ്റം തന്നെ ഉണ്ടാക്കി. പക്ഷേ 110 ഇതിൻ്റെ ഒരു ഓഫ് ഷൂട്ടൂടെ ഞാൻ പറയാം. അതിനുശേഷം ഇത്രയും വെള്ളം 3 മീറ്ററിൻ്റെ വെള്ളം വെച്ചിട്ട് അരുവിക്കര ഡാമിലേക്കായി വെള്ളം വരുന്നത്. അവിടെ വാട്ടർ അതോറിറ്റി ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിന് ഒരു പുതുതായിട്ടൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കൂടെ ഉണ്ടാക്കി. 110ലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ച് ഭാഗം മുങ്ങുമെങ്കിൽ പോലും കൂടുതലായിട്ട് വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഐ വോണ്ട് അഡ്വക്കേറ്റ് ദാറ്റ്. എന്നാലും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യണം. വെള്ളം കൂടുതലായിട്ട് വരുന്നെന്ന് മനസ്സിലാക്കി 2 ദിവസം കൊണ്ട് ഇത്രയും നമുക്കതൊക്കെ അറിയാനുള്ള സിസ്റ്റംസ് ഉണ്ട്. അത് താഴ്ത്തി വെള്ളം വരുമെന്ന് കണ്ടിട്ട് നമ്മൾ ലെവൽ താഴ്ത്തി കൊടുക്കണം. അത് വരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൊക്കി കൊടുക്കണം. ഈ ഫ്ലെക്സിബിലിറ്റി ഇത്രയും ഡാമുകൾ ഇരുന്ന് ഒരു സെൻട്രലൈസ്ഡ് കമാൻഡ് ആയിരുന്ന സമയത്ത് താഴെ നിന്നുള്ള ഫീഡ്ബാക്ക് എടുത്ത് അനലൈസ് ചെയ്തില്ല. അതാണ് അത് മാൻമെയ്ഡ് ആയത്. ഓക്കെ, നമുക്ക് ആരോഗ്യരംഗമാണ് പിന്നെ നമ്മൾ പരാമർശിക്കുന്ന ഒരു പൊതുജനങ്ങളെല്ലാം സ്പർശിക്കുന്ന ഒരു മേഖല. അതിൽ പുസ്തകത്തിൽ സജസ്റ്റ് ചെയ്യുന്നത് ബജറ്റ് ഹോസ്പിറ്റൽ എന്നൊരു ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈവനിങ് ക്ലിനിക് എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏറ്റവും പാവപ്പെട്ടവന് സർക്കാർ ആശുപത്രി ആശ്രയിക്കാം, വലിയ പണക്കാരന് വലിയ നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാം. പക്ഷേ ഇടത്തരക്കാരന് ബജറ്റ് ഹോസ്പിറ്റൽ എന്നൊരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഈ നമുക്ക് ചില കാര്യങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് പോലെ തന്നെ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ പോലും കാണണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറെ നമുക്ക് കയറാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തെറ്റാണെങ്കിൽ പോലും ഒരു കൺസൾട്ടേഷൻ ഫീസ് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ തള്ള് സഹിക്കാൻ വയ്യാതാണ് ഞാൻ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളത്. പല പ്രാവശ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ്. അതിനകത്ത് IMR-ലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സിംഗിൾ ഡിജിറ്റ് ആണ്. IMR എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ 30% ജനങ്ങൾ മാത്രമേ കേരളത്തിൻ്റെ സർക്കാർ പൊതുമേഖലാ ആശുപത്രികളിൽ പോകുന്നുള്ളൂ. ബാക്കി 70% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറും ഏറ്റവും കൂടുതലായിട്ട് പ്രത്യേകിച്ച് ആഗോള ഭീമന്മാർ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള വലിയൊരു ഡിസാസ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ അവർ പറയുന്നതാണ്, അമേരിക്കയിലും മറ്റുമൊക്കെ നടക്കുന്ന ഇൻഷുറൻസ് കമ്പനികളാണ് എത്ര രൂപ നിങ്ങൾക്ക് തരണം, ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആ നിലയിലേക്ക് പോകുന്ന ഒത്തിരി വിദഗ്ധന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ഏറെക്കുറെ ഫ്രീ ആയിട്ടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെ പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽസ്, വലിയ എക്സോർബിറ്റൻ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്ന അമേരിക്കൻ ഭീമന്മാരായിട്ടുള്ള ബ്ലാക്ക് റോക്കും മറ്റുമൊക്കെ പൈസ മുടക്കിയിട്ടുള്ള, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട്, ഞാൻ തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയണം. നേരത്തെ 250 രൂപയായിരുന്നു അവിടുത്തെ കൺസൾട്ടേഷൻ. ഇപ്പം 780 രൂപയായി കൺസൾട്ടേഷൻ ഫീ മാത്രം. ഒരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ 780 രൂപയായി. അപ്പോൾ കൺസൾട്ടേഷൻ അതുപോലെ തന്നെ വേറൊന്നുണ്ട്. അതായത് കൺസൾട്ടേഷൻ ഫീസ് 50 രൂപയായിട്ട് വിൽക്കുന്ന വലിയ ഹോസ്പിറ്റൽസ് ഉണ്ട്. പക്ഷേ അവിടുന്ന് നമ്മൾ ഒരു പേഷ്യൻ്റ് കയറി ഇവിടുന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് ഇറങ്ങി വരുമ്പം അവർക്ക് പക്ഷേ ടാർഗറ്റ് ഇത്ര രൂപ, എത്ര 1000 രൂപ വാങ്ങിയിരിക്കണം. 50 രൂപയ്ക്ക് ഡോക്ടറെ കാണാം, മരുന്ന് മേടിച്ച് ഇറങ്ങി വരുമ്പം 10,000 രൂപയായിരുന്നു വരും. അത് 50 രൂപയ്ക്കെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് എന്തിനാണ്? ഇറ്റ്സ് എ ക്യാച്ച്മെൻറ്റ്. ആളുകളെ ആകർഷിച്ച് കൊണ്ടുവരാനാണ്. എല്ലായിടവും ചെറിയ ചെറിയ ഹോസ്പിറ്റലെല്ലാം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭീമന്മാരൊക്കെ. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ആരും ബാർഗെയിൻ ചെയ്യുന്നില്ല, ആരും ചോദിക്കുന്നില്ല. ഉടൻ തന്നെ കെട്ടുതാലി പണയം വെച്ചുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള പൈസ കൊടുത്തിട്ട് പോവാം. അപ്പം ദെയർ ഷുഡ് ബി സംതിങ് ഇൻ ബിറ്റ്വീൻ. എനിക്കിപ്പോൾ അതിനുള്ള നിവൃത്തിയില്ല, എനിക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പോകാൻ ഒരിടവില്ല. എവിടാ പോകേണ്ടത്? കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണം. അവിടെ ചെന്നാലോ ഒരു ദിവസം 300 തൊട്ട് 800 പേരെ കാണുന്ന ഡോക്ടറെ ഞാൻ കാണണം. എത്ര മണിക്കൂർ കാത്തിരിക്കണം? അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഒരു കോപേയ്മെൻറ്റ് സിസ്റ്റം വെച്ച് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുക. കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട്, കാരുണ്യ ലോട്ടറിയൊക്കെ ഇപ്പം ഞാനായിരുന്നു അതിൻ്റെ ഇൻസ്ട്രുമെൻ്റലായിട്ട് നിന്ന ആൾ. ഞാൻ ഉണ്ടാക്കിയ സമയത്ത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് വെച്ചിട്ട് പോലും ഇവിടുത്തെ ഹോസ്പിറ്റൽസ് അന്നേരം കോമ്പീറ്റ് ചെയ്യുകയാണ്. അപ്പം റേറ്റ് ഫിക്സഡ് ആണ്. ഒരു MRI എടുക്കുകയാണ്, 3000 രൂപയാണ്. നെക്കും ഹെഡും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1500 രൂപ ഗവൺമെൻറ് കൊടുക്കും. ബാക്കി 1500 രൂപ ഈ പോകുന്ന പാർട്ടി കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡായിട്ടൊരു ചാർജ് ഉണ്ട്. നമ്മളെ കൊള്ളയടിക്കത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഹോസ്പിറ്റലിലേക്ക് പോകും. ഇത് കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ചേർന്ന് തുടങ്ങണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം. അപ്പോൾ അതാണ് ബജറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഞങ്ങൾ KSRTC ബജറ്റ് ടൂറിസം ഉണ്ടാക്കിയതുപോലെ തന്നെ
നമ്മുടെ റേറ്റ് ഫിക്സ്ഡ് ആണ്, കോ പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് BPL ഉള്ളവർ പോലും 30% കൊടുക്കണം. അല്ല BPL അവിടെ ഫ്രീ ആക്കാൻ പാടില്ല. ഫ്രീ ആക്കി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇഞ്ഞു പോരും. അപ്പം മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് വേണ്ടവർ മെഡിക്കൽ കോളേജിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണം. ഒരു ഇൻകം ടാക്സ് ഉള്ള ഒരു 100% കൊടുത്താൽ മതി. പക്ഷേ അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സോർബിറ്റൻ ബില്ല് വരുന്നതിന് പകരം ഇവിടെ ഫിക്സഡ് ചാർജസ് ആണ്. ഇതിൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ റേറ്റ് എല്ലാം ഫിക്സഡ് ആണ്. അപ്പം ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൊതുഗതാഗതം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഈവനിങ് ക്ലിനിക്ക്. ഏത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി നോക്കും, ഉച്ചയ്ക്ക് ശേഷം ഒരു മനുഷ്യനില്ല. അവിടുത്തെ എത്രയോ ഫെസിലിറ്റിയും സ്റ്റാഫും എല്ലാം അവിടെ ഐഡിയലായിട്ട് കിടക്കുന്നു. അപ്പോൾ ഡോക്ടർമാർ വീട്ടിൽ, കാരണം എന്ന് വെച്ചാൽ ഡോക്ടർമാരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡോക്ടർമാരെ വൈകിട്ട് അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ, ഇത് പണ്ടം കണ്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്, ആരും അത്ര വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പൈസ ഉള്ളവർ, എന്നാൽ പിന്നെ രാവിലെ വലിയ തിരക്കായിരിക്കും. നിങ്ങൾ പോയി നോക്ക്, ഒരു മൾട്ടിപ്ലക്സിൽ ആരായിരിക്കുന്നത്? മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ ആരായിരിക്കുന്നത്? സമൂഹത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേരി നിവാസികൾ എന്ന് പറയുന്ന ആൾക്കാരാണ് അവിടെ 450 രൂപ കൊടുത്തിട്ട് 250 രൂപ കൊടുത്ത് മോളിലെ മൾട്ടിപ്ലക്സിൽ പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും ഈവനിങ് ക്ലിനിക്കിലേക്കോ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആശുപത്രികളിലേക്ക്, ഗവൺമെൻറ് ആശുപത്രികളിലുള്ള തിരക്ക് കുറയും, പൈസ അഫോർഡ് ചെയ്യുന്ന. അപ്പോൾ അവിടെ തീരെ ഒരു നിവൃത്തി ഇല്ലാത്തവർക്കും മെച്ചപ്പെട്ട സേവനം കിട്ടും. ഇതാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്.